ഞെട്ടിവിറച്ച് പാകിസ്ഥാൻ, ഉറക്കം കെടുത്തി ഇന്ത്യ. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരുടെ ജീവന് പകരം ചോദിക്കാൻ ഒരുങ്ങിയിറങ്ങി ഇന്ത്യ. പാക് അധീന കാശ്മീരും കടന്ന് പാകിസ്ഥാനിൽ ഉള്ള ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ അടക്കം തന്ത്രപ്രധാന ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇന്ത്യ. 300-ലധികം ഭീകരരെ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്നത്. അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലെന്നും രാജ്യം വ്യക്തമാക്കുന്നു. അതേസമയം ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാല് പാകിസ്ഥാനെതിരെ യുദ്ധത്തിലേക്കടക്കം നീങ്ങുന്നതിന് മടിക്കില്ലെന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന. ഇതുവരെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കടന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാന്റെ രാജ്യപരിധിക്കുള്ളിലുള്ള ഭീകര കേന്ദ്രങ്ങളില് അടക്കമാണ് ഇന്ത്യൻ സേന തീമഴ പെയ്ച്ചിരിക്കുന്നത്. പാക് അധീന കശ്മീരില് മാത്രമാണ് അടുത്തിടെ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ മറുപടി നൽകിയിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തില് പിന്തുണ തേടിയ ഇന്ത്യ പാകിസ്ഥാനില് രാജ്യം നടത്തിയ ആക്രമണങ്ങള് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഉണ്ടാക്കിയിരിക്കുന്നത്. 300-ലധികം ഭീകരരെ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്നത്. അതേസമയം പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലെന്നും രാജ്യം വ്യക്തമാക്കുന്നു. അതേസമയം ഇനിയും ഇത്തരം പ്രവൃത്തികൾ തുടർന്നാല് പാകിസ്ഥാനെതിരെ യുദ്ധത്തിലേക്കടക്കം നീങ്ങുന്നതിന് മടിക്കില്ലെന്നാണ് ഇന്ത്യ നൽകുന്ന സൂചന. ഇതുവരെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കടന്ന് ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് വിരുദ്ധമായി പാകിസ്ഥാന്റെ രാജ്യപരിധിക്കുള്ളിലുള്ള ഭീകര കേന്ദ്രങ്ങളില് അടക്കമാണ് ഇന്ത്യൻ സേന തീമഴ പെയ്ച്ചിരിക്കുന്നത്. പാക് അധീന കശ്മീരില് മാത്രമാണ് അടുത്തിടെ ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യ മറുപടി നൽകിയിരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തില് പിന്തുണ തേടിയ ഇന്ത്യ പാകിസ്ഥാനില് രാജ്യം നടത്തിയ ആക്രമണങ്ങള് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഉണ്ടാക്കിയിരിക്കുന്നത്.